നമ്മളൊരു ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് നമ്മോട് പൈലറ്റ് പറയാണ് ചെക്ക് ലിസ്റ്റ് ഒന്നും നമ്മൾ നോക്കൂല, കാരണം എനിക്ക് എൻ്റെ കോ പൈലറ്റിനെ ട്രസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറുമോ? നമുക്ക് തന്നെ ഒരു പേടിയായിരിക്കും, അത്രയും വെരിഫൈഡ് അല്ല സംവിധാനം എന്ന്. ഇതുപോലെയാണ് ബിസിനസ്സിലും. അപ്പോൾ നമ്മൾ കേവലം ഒരു ട്രസ്റ്റ് കൊണ്ട് മാത്രം നമുക്കൊരു ബിസിനസ് നടത്താൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ അവനെ ഭയങ്കര ട്രസ്റ്റാണ് എന്ന്. ഇങ്ങനെ ഒരു ട്രസ്റ്റ് നല്ല തന്നെയാണ്, പക്ഷെ ട്രസ്റ്റ് കൊണ്ട് മാത്രം നമുക്കൊരു ബിസിനസ്സും വിജയിപ്പിച്ചെടുക്കാൻ കഴിയൂല. ട്രസ്റ്റൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാവണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും സക്സസ് ക്രൈറ്റീരിയ. ഇപ്പോൾ ഫ്രണ്ട്സ് വഴി നമുക്കൊരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ എത്രമാത്രം ഈസിയാണോ അതിൻ്റെ 10 ഇരട്ടി ഈസിയാണ് നമുക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യാൻ. അപ്പോൾ സുഹൃത്തുക്കളെ മാത്രം വെച്ചൊക്കെ ബിസിനസ് നടത്തുന്നവരുണ്ടാവും. ഈ ബിസിനസ് വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കാനൊക്കെ കഴിയും, പക്ഷെ വിജയം സ്ലോ ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് നമുക്കൊരു സിസ്റ്റം വൈസാണ് നമ്മൾ ബിസിനസ് നടത്തുമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റും. അധിക സ്ഥലത്തും ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനുള്ള മേജർ കാരണം എന്ന് പറയുന്നത് റോൾ ആംബിഗിറ്റിയാണ്. റോൾ ആംബിഗിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ സ്കൂളിൽ ഒരാളെ വെക്കുന്നുണ്ട്, സ്റ്റാഫിനെ വെച്ച് അല്ലെങ്കിൽ ഒരു മാനേജറെ വെച്ച്, എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറയും സാറ് ക്യാമ്പസ് നന്നാക്കിയിട്ട് തരണം കേട്ടോ. ചില ഐഡിയ ഇല്ലാത്ത മാനേജേഴ്സ് ആണെങ്കിൽ അവരെന്ത് പറയും, ആയിക്കോട്ടെ സാർ ഞാൻ ഏറ്റു. എന്നിട്ട് അടുത്തൊരു ആഴ്ച കഴിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നുണ്ടാവും. ഇനീഷ്യലി വന്ന സമയത്ത് ഭയങ്കര എനർജി ആയിരിക്കുമല്ലോ. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ഞാൻ കരുതിയ പോലെ അല്ലല്ലോ, നിങ്ങൾ എന്താ വർക്ക് ചെയ്യാത്തത്? അപ്പോൾ അവന് ഭയങ്കര നിരാശ വരും, കാരണം ഏറ്റവും പീക്ക് അവൻ വർക്ക് ചെയ്ത ഏരിയയാണ്. ഞാൻ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതല്ല അവൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണം കൃത്യമായിട്ട് ഒരാളെ നമ്മൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാമ്പസ് ഉഷാറാക്കണം എന്ന് പറയുമ്പോൾ ഉഷാറാക്കുക എന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായിട്ട് എഴുതി വെച്ച് അങ്ങനെ ഉഷാറാവുകയാണെങ്കിൽ എന്തൊക്കെ പ്രാക്ടീസുകൾ അവർ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ ഫ്രണ്ട് ഓഫീസിൽ തന്നെ പെർഫ്യൂംസ് വരണം, വരുന്ന ആളുകൾ എണീറ്റ് നിന്ന് ഗ്രീറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഫ്രണ്ട് ഓഫീസിലെ പ്രാക്ടീസുകൾ വരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഓരോന്നും കൃത്യമായി എഴുതിയാലാണ് ആ ഒരു സ്റ്റാഫിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണെന്ന് അറിയില്ല. ക്യാമ്പസ് നന്നാക്കണം എന്ന് പറഞ്ഞാൽ എവിടെ നന്നാക്കണം, ക്യാമ്പസിന് എത്ര സ്ട്രക്ചേഴ്സ് ഉണ്ട്, ബിസിനസ്സിനുള്ള 9 സ്ട്രക്ചേഴ്സിൽ എല്ലാ സ്ട്രക്ചേഴ്സും അവർക്ക് ഇടപെടാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ റോൾ എഴുതി കൊടുക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ ട്രസ്റ്റ് ചെയ്താൽ, നമ്മൾ ട്രസ്റ്റ് ചെയ്തൊരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് റോൾ ക്ലാരിറ്റിയാണ്. എന്താണ് നിങ്ങളുടെ റോള്? കിച്ചൺ മാനേജറാണോ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഹെഡാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആണോ, ഏതാണ് നിങ്ങളുടെ ഏരിയ? പിന്നീട് അതിൻ്റെ ശേഷം നമ്മൾ കൊടുക്കേണ്ടതാണ് പ്രോസസ് ക്ലാരിറ്റി. ഈ പറയപ്പെട്ട പ്രോസസ്സ് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്ത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. ചില കമ്പനിയിലൊക്കെ നമ്മൾ ആളുകൾ വരുന്നു, എന്നാൽ പണി തുടങ്ങിക്കോട്ടോ എന്ന് പറയും. എന്നിട്ട് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് സംസാരിക്കാം, നിങ്ങൾ വർക്ക് തുടങ്ങിക്കോളും. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചാണ് ഈ വർക്ക് തുടങ്ങുക. ഇത് വലിയൊരു ട്രാപ്പാണ്, ട്രാജഡിയാണ്. യഥാർത്ഥത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകത പിന്നീട് ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ട്രെയിനിങ് നടത്തി പ്രോസസ് ക്ലാരിറ്റി നമ്മൾ കൊടുക്കണം. അതിൻ്റെ ശേഷം നമ്മൾ കൊടുക്കേണ്ടതാണ് പെർഫോമൻസ് ക്ലാരിറ്റി. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ കഴിയുക, നിങ്ങളുടെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, ഇതിൽ നിങ്ങളെ എങ്ങനെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കണം. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ കമ്പനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾച്ചർ എന്ന രൂപത്തിലേക്ക് ഈ ഒരു സിസ്റ്റം നമ്മുടെ കമ്പനിയിൽ വളരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ കമ്പനിയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് അവിടുന്ന് ഡിസ്കസ് ചെയ്യാം.